and compound interest. ഈ ഒരു ചോദ്യം നോക്കാം. 5,000 rupees ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. 10% ഇൻട്രസ്റ്റ് 2 ഇയേഴ്സിലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് നോക്കാം. അപ്പോൾ 10% ഓഫ് 5,000 എന്ന് പറയുന്നത് 500 ആണ്. ഇവിടെ ഇപ്പോൾ 2 ഇയേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ 2 വർഷത്തേക്കാവുമ്പോൾ 500 പ്ലസ് 500. സോ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1000. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയായിട്ട് കിട്ടും? 5,000 പ്ലസ് 1000, അതായത് 6,000 ആയിരിക്കും ഫൈനലായിട്ട് കിട്ടുന്ന എമൗണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1000 ആയിരിക്കും. ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലായിരുന്നെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റിനും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനും വ്യത്യാസമൊന്നുമില്ല. 10% ഓഫ് 5,000 500 ആയിരിക്കും. പക്ഷെ ഈ ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴത്തേക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ ഈ 500 കിട്ടിയ ഇൻട്രസ്റ്റ് ആയ 500 എമൗണ്ട് ആയ 5,000 കൂടെ ആഡ് ചെയ്യുക. അതായത് 5,500 ആയിരിക്കും എമൗണ്ട്. ഇനി സെക്കൻഡ് ഇയറിൽ നോക്കുമ്പോൾ ഈ 5,500ന്റെ 10% ആണ് കൂട്ടുന്നത്. സോ അപ്പോൾ 550 എന്ന് കിട്ടും. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,050 ആയിരിക്കും. സോ സിമ്പിൾ ഇൻട്രസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 50 rupees എക്സ്ട്രാ ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കിട്ടിയത്. ഇനി ഇത് ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിലോ, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ ഇതാണ്. PNR by 100. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, N നമ്പർ ഓഫ് ഇയേഴ്സ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിലാണെങ്കിൽ P എന്തായിരിക്കും? 5,000 ആയിരിക്കും. N 2 ഇയേഴ്സ് ആയിരിക്കും. R 10%. സോ R equal to 10 ആയിരിക്കും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഇതാണ്. ഇവിടെ നമുക്കുള്ള ഈ ഫോർമുലയിൽ എമൗണ്ട് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 ദ ഹോൾ റേസ് ടു 10. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇൻട്രസ്റ്റ് വാല്യൂ അല്ല, ഇവിടുത്തെ ഇക്വേഷനിൽ നമുക്ക് എമൗണ്ട് ആണ് കിട്ടുന്നത്. അതായത് ഓരോ വർഷത്തിനും ശേഷം കിട്ടുന്ന എമൗണ്ട്. ഇവിടെയും P പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, പ്രിൻസിപ്പൽ എമൗണ്ട്. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്. ഇനി ഇത് ഹാഫ് ഇയർലിയും ക്വാർട്ടർലിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറുമെന്ന് നോക്കാം. ഹാഫ് ഇയർലി ആണെങ്കിൽ റേറ്റിന് പകരം R ബൈ 2 എന്ന് വരും, നമ്പർ ഓഫ് ഇയേഴ്സിന് പകരം 2N എന്ന് വരും. ക്വാർട്ടർലി ആകുമ്പോൾ അത് R ബൈ 4ഉം 4N എന്ന നമ്പർ ഓഫ് ഇയേഴ്സ് 4N എന്നായിട്ട് മാറും. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Susan borrowed 900 rupees at 10% simple interest. What will be the amount she has to pay after 2 years? അപ്പോൾ ഇവിടെ എമൗണ്ട് 900, ഇൻട്രസ്റ്റ് 10%, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന് നോക്കാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല നമുക്കറിയാം, PNR by 100. ഇവിടെ P എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, ദാറ്റ് ഈസ് 900, N നമ്പർ ഓഫ് ഇയേഴ്സ്, സോ 2, റേറ്റ് 10%. അപ്പോൾ 900 into 2 into 10 the whole divided by 100, ആൻസർ 180 എന്ന് കിട്ടും. അപ്പോൾ എത്ര രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരും? ഇതിപ്പോൾ ഇൻട്രസ്റ്റ് അല്ലേ നമുക്ക് കിട്ടിയത് 180. അപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 900 പ്ലസ് 180 ആയിരിക്കും. 900 പ്ലസ് 180 ദാറ്റ് ഈസ് 1,080 rupees ആണ് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള എമൗണ്ട്. ഈ സെയിം ക്വസ്റ്റ്യൻ ഇനി നമുക്ക് 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇപ്പോൾ ഇക്വേഷൻ അറിയാലോ, എമൗണ്ട് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 ദ ഹോൾ റേസ് ടു 10. ഇപ്പോൾ എമൗണ്ടിൽ P 900, R 10%. ഇവിടെ നമുക്ക് 100 പ്ലസ് 10 ബൈ 100, ഇപ്പോൾ 110 ബൈ 100 എന്ന് കിട്ടും. ഈ സീറോസ് എല്ലാം വെട്ടിപ്പോയിട്ട് നമുക്ക് 9 ഇൻറ്റു 11 ഇൻറ്റു 11 എന്നായിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ആൻസർ 1,089. സോ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് തന്നെ കിട്ടി. നേരത്തെ കേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുലയിൽ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ ഇൻട്രസ്റ്റ് 900 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എമൗണ്ട് കിട്ടുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുലയിൽ ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് ആണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ എക്സാംസിനൊക്കെ ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു തരത്തിൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയറിലുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയർ ആകുമ്പോൾ 900ന്റെ 10%.
അതായത് 90 rupees ആയിരിക്കും ഇൻട്രസ്റ്റ്. സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഈ സെയിം 90 പ്ലസ് 90യുടെ 10%, അതായത് 9. ഇതായിരിക്കും ടോട്ടൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 900ന്റെ 10% എഴുതുക, സെക്കൻഡ് ഇയറിൽ അത് റിപ്പീറ്റ് ചെയ്യുക 90, എന്നിട്ട് ഈ 90യുടെ 10%, 9. ഇതായിരിക്കും ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? 90 പ്ലസ് 90 പ്ലസ് 9, ദാറ്റ് ഈസ് 189. അപ്പോൾ നമുക്ക് എമൗണ്ട് എത്ര കിട്ടും? 900 പ്ലസ് 189, 1089 എന്ന് നമുക്ക് കിട്ടും. വെറുതെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 10% ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. 900 10% 90, സെക്കൻഡ് ഇയർ ആകുമ്പോൾ സെയിം 90 റിപ്പീറ്റ് ചെയ്യുക, എന്നിട്ട് ഈ 90യുടെ 10% എഴുതുക 9, എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടും. സം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? എമൗണ്ട് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ടോട്ടൽ എമൗണ്ടും കിട്ടും. ഇനി ഇത് 3 years ആണെങ്കിലോ? ഇതേ ക്വസ്റ്റ്യൻ 3 years ആണെങ്കിൽ ഈ മെത്തേഡിൽ എങ്ങനെ ചെയ്യും? ഫസ്റ്റ് ഇയർ 90 ആയിരിക്കും, സെക്കൻഡ് ഇയർ 90യും 9ഉം ആയിരിക്കും. തേർഡ് ഇയറിൽ എങ്ങനെ വരും? ഈ 99 വീണ്ടും റിപ്പീറ്റ് ചെയ്യണം അല്ലേ? ഈ 99 സെക്കൻഡ് ഇയറിൽ 99 എന്നുള്ള എമൗണ്ട് അതേപടി റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ 90യുടെ 10% 9, ഈ 9ന്റെ 10% 0.9. സോ ഫസ്റ്റ് ഇയറിലുള്ള 90, അതിൻ്റെ 10% ഇവിടെ വരും. എന്നിട്ട് സെക്കൻഡ് ഇയറിൽ നമ്മൾ ഈ എമൗണ്ട് ആണ് സെക്കൻഡ് ഇയറിൽ കിട്ടിയത്. തേർഡ് ഇയറിൽ അതേ എമൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഇയറിലെ എമൗണ്ടിൻ്റെ പെർസെൻറ്റേജ് എടുക്കുന്നു. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ എത്ര ഇയേഴ്സ് വേണമെങ്കിലും ചെയ്യാം. അത് നമുക്ക് ഇവിടുത്തെ റേറ്റിനനുസരിച്ചിട്ട് ഈ മെത്തേഡ് വേണോ ഇക്വേഷൻ വേണോ എന്നുള്ളത് തീരുമാനിക്കാം.